നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബിജെപിയോടാണ് കൂറെങ്കിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോകണം നാണം കെട്ടവനെ എന്ന് ശശി തരൂരിന് നേരെ വലിയ രീതിയിൽ വിമർശനവും തെറിവിളിയും കോൺഗ്രസിൽ ഉയരുന്നു. അണികളും നേതാക്കളും എല്ലാവരും ശശി തരൂരിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. പല സൈബർ ഗ്രൂപ്പുകളിലും ഇപ്പോൾ ശശി തരൂരിനെ കട്ടപ്പയായി ചിത്രീകരിച്ചുകൊണ്ടാണ് പോസ്റ്ററുകളും കമന്റുകളും ഒക്കെ വരുന്നത്. കോൺഗ്രസിൽ നിൽക്കാൻ ശശി തരൂരിന് കഴിയുന്നില്ല എങ്കിൽ ഇത്ര ബുദ്ധിമുട്ടി ഇവിടെ കിടക്കേണ്ട കാര്യമില്ല, ഇറങ്ങിപ്പോയിക്കൊള്ളൂ എന്നാണ് പല കോണിൽ നിന്നും വിമർശനം ഉയരുന്നത്. ബി.ജെ.പി. സ്ഥാപക നേതാവ് LK അദ്വാനിയെ പുകഴ്ത്തിയ ശശി തരൂർ ഇനി കോൺഗ്രസിൽ നിൽക്കാൻ ഒരു തരത്തിലും യോഗ്യനല്ല എന്നാണ് കോൺഗ്രസിൽ നിന്ന് വിമർശനം ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തരൂരിനെ അതിരുകടന്ന് വിമർശിച്ച് KPCC വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ രംഗത്ത് വന്നിട്ടുണ്ട്. താങ്കൾക്ക് പറ്റിയ ഇടമല്ല കോൺഗ്രസ് എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നുവെന്നും മാന്യമായി ഇറങ്ങിപ്പോയിക്കൂടെയെന്നും ജിൻഡോ ജോൺ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അദ്വാനി രാജ്യത്ത് വിഭജന രാഷ്ട്രീയമാണ് പയറ്റിയത്. ബാബറി മസ്ജിദ് തകർത്തതും രഥയാത്രയുമെല്ലാം സൂചിപ്പിച്ച് ജിൻഡോ പറയുന്നു. സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു ജിൻഡോ വിമർശനം ഉന്നയിച്ചത്. ഈ കുറിപ്പിന് താഴെ നിരവധി പേരാണ് ശശി തരൂരിനെ തെറി വിളിച്ചും വലിയ രീതിയിൽ വിമർശിച്ചുമൊക്കെ കമന്റുകൾ ചെയ്തിരിക്കുന്നത്. ജിൻഡോയുടെ ആ കുറിപ്പൊന്ന് നോക്കാം. ആധുനിക ഇന്ത്യയുടെ സഞ്ചാരപഥത്തെ രൂപപ്പെടുത്തുന്നതിൽ ശാശ്വതമായ പങ്ക് വഹിച്ച, പൊതുസേവനത്തോട് അചഞ്ചലമായ പ്രതിബദ്ധത കാട്ടിയ, വിനയാന്യുതനും മാന്യനും മാതൃകാപരമായ പൊതുജീവിതം നയിച്ച രാഷ്ട്രതന്ത്രജ്ഞനാണ് ലാൽകൃഷ്ണ അദ്വാനി എന്ന് ഒറ്റ പ്രസ്താവന മാത്രം മതി മിസ്റ്റർ തരൂർ താങ്കൾക്ക് പറ്റിയ ഇടമല്ല കോൺഗ്രസ് എന്ന് വിലയിരുത്താൻ. ഉണ്ടുറങ്ങി കിടക്കുന്നിടത്ത് തന്നെ ഇതുപോലെ മാലിന്യം വാരിയെറിഞ്ഞ് നിരന്തരം ദുർഗന്ധം വിതറാതെ ഇറങ്ങിപ്പോയിക്കൂടെ മാന്യമായി. ഇത്രയും കാലം താങ്കളും താങ്കളെയും ആഘോഷിച്ച ഇടത്തോട്ട് സകല സംഘികളും താങ്കളുടെ വ്യക്തി ജീവിതത്തെ പോലും വേട്ടയാടിയപ്പോൾ പരിചയമായി നിന്ന കോൺഗ്രസ് പാർട്ടിയോട് ആ മാന്യതയെങ്കിലും കാണിച്ചുകൂടെ? നന്ദി എന്ന വികാരമുണ്ടാകാൻ വിശ്വപൗരൻ ആകണ്ടല്ലോ, സാമാന്യം മര്യാദയുള്ള മനുഷ്യനായാൽ പോരെ. വിശ്വപൗരൻ എന്ന സ്വയം വലയിത അമിത പ്രചാര വേലയിൽ നിന്ന് മണ്ണിലേക്കിറങ്ങി വന്ന് സാമാന്യ മര്യാദയുള്ള മനുഷ്യന്റെ നിലവാരമെങ്കിലും പ്രകടിപ്പിച്ചുകൂടെ ശശി സാറേ? നിരന്തരം നെറികേടുകൾ പറഞ്ഞിട്ടും അവഗണിച്ചു വിടുന്ന നേതൃത്വത്തെ കൊണ്ട് തന്നെ പുറത്താക്കിച്ച് രക്തസാക്ഷി പരിവേഷമാണ് ഇനി കെട്ടിയാടാൻ കൊതിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും നിങ്ങളിപ്പോൾ ദിനം പ്രതി വാരിക്കൂട്ടുന്ന അവഗണന തന്നെയാണ് നിങ്ങൾക്കുള്ള മറുപടി. ചോറിവിടെയും കൂറ് സംഘപരിവാർ ഗോശാലയിലുമായി കോൺഗ്രസിൽ ചുറ്റിത്തിരിയുന്ന താങ്കളോട് ഞങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ ഇത്രയും വിലയില്ലാത്ത അവസ്ഥയിലെത്തി എന്ന ഉറച്ച പ്രഖ്യാപനമാണത്. മല്ലികാർജുൻ ഖാർഗെ എന്തുകൊണ്ട് കോൺഗ്രസിന്റെ പ്രസിഡന്റായി എന്നും ആകേണ്ടതുണ്ടായിരുന്നു എന്നും ഓരോ ദിവസവും സംഘീപക്ഷ നിലപാടുകളിലൂടെ താങ്കൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് അതിലേക്കായി ഇനിയും തെളിവുകൾ നിരത്തേണ്ടതില്ല. കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് BJPക്ക് വേണ്ടി പണിയെടുക്കുന്ന നിങ്ങൾക്ക് ഇനിയും ഇവിടെ കടിച്ചു തൂങ്ങിയാടാൻ അല്പം പോലും ഉളുപ്പില്ലേ? രാജ്യത്ത് പ്രധാന തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ജനപക്ഷ സമരങ്ങളുമായി കോൺഗ്രസ് തെരുവ് നിറയുമ്പോഴും നിൽക്കുന്ന ഇടം മറന്നുള്ള താങ്കളുടെ അക്ഷരാഭ്യാസങ്ങൾ പതിവാണ്. പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ കോൺഗ്രസ് പക്ഷ പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നില്ലെങ്കിലും മോദി പക്ഷ പണികൾ ആവോളം ചെയ്യുന്നുണ്ടല്ലോ. ഏറ്റവും കുറഞ്ഞ പക്ഷം താങ്കൾക്ക് ഇപ്രാവശ്യം പാർലമെന്റ് കയറാൻ കഷ്ടപ്പെട്ട സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ പ്രതിസന്ധിയിലാക്കരുത്. ഇങ്ങനെ സംഘീയ സേവ നടത്തി ഈ പാവം മലയാളികളെ മാനം കെടുത്തരുത്. താങ്കൾ പറഞ്ഞതുപോലെ LK അദ്വാനിയെ ഒരു കാരണവശാലും നെഹ്റുവിനോടും ഇന്ദിരയോടും താരതമ്യം ചെയ്യാനാവില്ല. കാരണം നെഹ്റുവും ഇന്ദിരയുമെല്ലാം ജീവിച്ചു മരിച്ചത് ഈ രാജ്യത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കാനായിരുന്നു. രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും ഒരുപോലെ കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയാണ് അവരെല്ലാം ജനഹൃദയങ്ങളിൽ ഇടം നേടിയത്. അദ്വാനിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ സംഭാവന ഈ രാജ്യത്തിന്റെ മതേതര മിനാരങ്ങൾ തച്ചു തകർക്കാൻ രഥയാത്ര നടത്തിയും കർസേവകർക്കുള്ള ആയുധങ്ങൾ മൂർച്ച കൂട്ടി നൽകിയതുമാണ്. അതൊരു മാതൃകാപരമായ രാഷ്ട്രീയ പ്രവർത്തനമായി തോന്നുന്ന താങ്കൾ ആ കാരണം കൊണ്ട് തന്നെ കോൺഗ്രസ് അല്ലാതായി മാറിയിരിക്കുന്നു. അദ്വാനിയുടെ പ്രതിബദ്ധത RSSനോട് മാത്രമായിരുന്നു. അയാളുടെ മാന്യതയെന്ന് നിങ്ങൾ വാഴ്ത്തിയ പ്രവർത്തന രീതികൾ ഈ രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങൾക്ക് മേലുള്ള കുടില കരിമ്പടമായിരുന്നു. ആനുകാലിക ഇന്ത്യയിലെ സംഘപരിവാർ സഞ്ചാരപഥത്തെ രൂപപ്പെടുത്തുന്നതിൽ അയാൾ വഹിച്ച പങ്ക് ആയിരക്കണക്കിന് മതന്യൂനപക്ഷ മനുഷ്യരുടെ രക്തം കൊണ്ട് പങ്കിലമായ ആസൂത്രിത കലാപങ്ങൾക്ക് കാരണമായ വിഷവാക്കുകളായിരുന്നു. അതിനപ്പുറം ആധുനിക ഇന്ത്യയിൽ ഒരു ചുക്കും ചുണ്ണാമ്പും മണ്ണാങ്കട്ടയും ചെയ്തിട്ടില്ല. സംഘപരിവാറിന്റെ ഈ RSS അവധൂതൻ
ഇന്ന് ഈ രാജ്യത്ത് കാണുന്ന രീതിയിൽ വിദ്വേഷ പ്രചാരണത്തിൻ്റെ വേഗം കൂട്ടിയ വർഗീയ നാവിനുടമ മാത്രമാണ് അയാൾ. മോദിയും യോഗിയും അമിത്ഷായും അടക്കമുള്ളവർ വിഷവിദ്വേഷ പണി പഠിച്ച കളരിയുടെ ആശാൻ. ഇതായിരുന്നു ജിൻഡോ ശശി തരൂരിന് നേരെ വിമർശനം ഉന്നയിച്ചത്. ശശി തരൂരിനെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുകയാണ് ജിൻഡോ ചെയ്തിരിക്കുന്നത്. ശശി തരൂർ കാലുവാരി, സ്വന്തം പ്രസ്ഥാനത്തിന്റെ കാലുവാരി എന്ന് കോൺഗ്രസ് അണികൾ പറയുന്നു. ശശി തരൂരിന് നേരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും തെറിവിളികളും ഉയരുകയാണ്. എല്ലായ്പ്പോഴും എന്ന പോലെ ഡോക്ടർ ശശി തരൂർ സ്വന്തം കാര്യം സംസാരിക്കുന്നുവെന്ന് കടുത്ത ഭാഷയിൽ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് പവൻ ഖേരയും രംഗത്ത്. കോൺഗ്രസ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പ്രസ്താവനയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുന്നു. ഒരു കോൺഗ്രസിന്റെ MP ആയ അദ്ദേഹം അഭിപ്രായം പറയുന്നത് തുടരുന്നു. കോൺഗ്രസിന്റെ ജനാധിപത്യപരവും ലിബറൽ മനോഭാവവുമാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് എന്ന് പവൻ ഖേര എക്സിൽ കുറിച്ചു. തരൂരിനെ വിമർശിച്ച പവൻ ഖേരയുടെ പോസ്റ്റിനെതിരെ BJP വക്താവ് ഷഹസാദ് പൂനെവാലെ രംഗത്തെത്തി. കോൺഗ്രസിന്റെ അസഹിഷ്ണുതയാണ് ഖേരയുടെ പരാമർശം എടുത്തു കാണിക്കുന്നത് എന്നായിരുന്നു പൂനെവാലയുടെ വിമർശനം. മുതിർന്ന BJP നേതാവായ അദ്വാനിയുടെ ദീർഘകാലത്തെ സേവനത്തെ ഒരു എപ്പിസോഡിലേക്ക് ചുരുക്കുന്നത് അന്യായമാണെന്നായിരുന്നു തരൂരിന്റെ വാക്കുകൾ. ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്തെ ചൈനയുടെ തിരിച്ചടിയുടെ പേരിലും ഇന്ദിരാഗാന്ധിയെ അടിയന്തരാവസ്ഥയുടെ പേരിലും മാത്രം വിലയിരുത്താനാകാത്ത സാഹചര്യത്തിൽ അദ്വാനിയോടും അതേ മര്യാദ കാണിക്കണമെന്നാണ് തരൂര് പറഞ്ഞത്. പൊതുസേവനത്തോടുള്ള അദ്ദേഹത്തിന്റെ അചഞ്ചലമായ പ്രതിബദ്ധത, എളിമ, മാന്യത ആധുനിക ഇന്ത്യയുടെ പാത രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് മറക്കാനാകാത്തതാണ്. മാതൃകാപരമായ സേവന ജീവിതം നയിച്ച ഒരു യഥാർത്ഥ രാഷ്ട്രതന്ത്രജ്ഞനാണ് അദ്ദേഹമെന്നായിരുന്നു തരൂര് കുറിച്ചത്. ശനിയാഴ്ച അദ്വാനിക്ക് 98ാം ജന്മദിനാശംസകൾ നേർന്നുകൊണ്ടായിരുന്നു ശശി തരൂർ വിവാദത്തിന് തിരികൊളുത്തിയത്. പിന്നീട് വിമർശനം ഉയർന്നതോടെ സംഭവത്തിൽ വിശദീകരണമായി ഞായറാഴ്ച വീണ്ടും ശശി തരൂർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടുപോയി. ശശി തരൂരിന് നേരെ വലിയ വിമർശനം പല കോണിൽ നിന്ന് ശക്തമാകുന്നു. ശശി തരൂരിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.